കൊടുക്കുക. ആ പ്രയോഗം എനിക്ക് ഞാൻ പറയുന്നില്ല. അതുണ്ട് ബാക്ക് സ്റ്റാബിങ് ആണ്. അങ്ങേ തന്നെ വർഷങ്ങളായിട്ട് അറിയാവുന്ന പ്രിൻസിപ്പല്, സൂപ്രണ്ട്, ഫോണിൽ കൂടെ വിളിക്കാൻ DME ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് താങ്കൾ ആ വാർത്താ സമ്മേളനം ഒക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോ അത് കണ്ടിട്ട് അങ്ങേക്ക് എന്താണ് അതിനകത്തൊരു ഫീൽ ചെയ്യുന്നത്? അതൊരു എന്തായിരുന്നു, എന്തിനു വേണ്ടിയുള്ള ഒരു ശ്രമമായിട്ടാണ് തോന്നുന്നത്? അതിനപ്പോൾ ഇപ്പം നമ്മൾ ചർച്ച ചെയ്തതിനെ അതിനെ ബലപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് പിന്നീട് എല്ലാവരും അതിൻ്റെ കമൻറ്റുകളൊക്കെ വായിച്ചപ്പോൾ എനിക്ക് പിന്നീട് അതൊരു തമാശയായിട്ടേ തോന്നിയിട്ടുള്ളൂ. എന്തായാലും ഞാൻ അത് പിന്നെ ഇനിയും കുറച്ചും കൂടെ അവരുമായിട്ട് നല്ല സൗഹൃദത്തിൽ പോകണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മോസിലോസ്കോപ്പ് എന്ന ഉപകരണം കണ്ടെത്തി എന്നുള്ള കാര്യം തീരുമാനമായിരിക്കുന്നു. അങ്ങനെ റിപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തൊട്ട് തലേ ദിവസം എന്താണ് സംഭവിച്ചത്? അപ്പോൾ ഈ വാർത്താ സമ്മേളനത്തിൽ അതായത് മറ്റേ വീഡിയോ ഉണ്ട്, അല്ലെങ്കിൽ CCTV ദൃശ്യമുണ്ട്, അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അല്ല, ഇങ്ങനെ എന്ത് അസ്വാഭാവികമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് പരിചയമില്ലാത്ത ഒരു കാര്യമോ അല്ലെങ്കിൽ ഒരു പരിചയമില്ലാത്ത ഇത് ഉപകരണം പോലും അവർക്കറിയില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ എന്നെ വിളിക്കാമല്ലോ. ഞാൻ അവിടെ ഉണ്ട്. ഞാൻ അന്ന് ആ മെഡിക്കൽ കോളേജിലുള്ള സമയത്താണ് അവരത് ചെയ്യുന്നത്. ഞാൻ അന്ന് ശനിയാഴ്ചയാണെന്ന് തോന്നുന്നു ഈ സംഭവം നടക്കുന്നത്. അന്ന് ഞാനവിടെ ഉള്ള സമയത്തൊക്കെയാണെന്ന് തോന്നുന്നു ഈ പരിപാടി നടക്കുന്നത്. എന്നെ ഒന്ന് ഫോണിൽ വിളിച്ച് ചോദിക്കുക, എന്താണ് ഡോക്ടർ, അതെന്താണ് ഒരു വിശദീകരണം പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ പോയി പറയുമല്ലോ എന്താണെന്നുള്ളത്. ഞാൻ അവൈലബിൾ ആണ്, സ്ഥലത്ത് അവൈലബിൾ ആണ്. പക്ഷേ എന്നിട്ടും എന്നോട് ഒരു വാക്ക് അവർ ചോദിച്ചിട്ടില്ല, ഒന്നും ചോദിച്ചില്ല, ഒരു ക്ലാരിഫിക്കേഷനും ചോദിച്ചില്ല. ഫോണിൽ കൂടെ നേരിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളിനെ വിട്ടിട്ടോ എന്നിട്ട് നമുക്ക് ചോദിക്കാവുന്നതേ ഉള്ളൂ. എന്താണ് അവിടെ ഹാരിസ് അവിടെ സംഭവിക്കുന്നത്, എന്താണ്, ആരാണ് കയറുന്നത്, എന്താണ് എന്നുള്ളത് ഈ ലോകത്തിനോട് പറയുന്നതിന് മുമ്പേ ഒരു വാക്ക് എന്നോട് ചോദിക്കാമല്ലോ. പ്രതികാര നടപടി എന്നുള്ള, അതായത് ഈ സിസ്റ്റത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചപ്പോൾ അങ്ങേക്കെതിരെ ഒരു പ്രതികാര മനോഭാവം ആരുടെയെങ്കിലും ഭാഗത്തു നിന്നുണ്ടായിരുന്നു? ഇല്ല, അങ്ങനെ പ്രതികാര നടപടിയൊന്നും ഉണ്ടായില്ല. എല്ലാവരും നല്ല സൗഹൃദത്തിലാണ്. ഇന്നലെ ഞാൻ 2-3 ദിവസമായിട്ട് എല്ലാ മേലധികാരികൾ ഇവർ പിന്നെ അധികാരത്തിലുള്ളവരെല്ലാവരും എന്നെ വിളിക്കുകയും കാര്യങ്ങളെല്ലാം വിശദീകരിക്കുകയും എല്ലാം വാങ്ങിത്തരാം, എത്രയും പെട്ടെന്ന് ചെയ്തു തരാം, ഡിപ്പാർട്ട്മെൻറ്റ് നന്നായിട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ കാര്യങ്ങളും സഹായങ്ങളും അവർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇന്നലെയും വിളിച്ച് ഇത്ര ഫണ്ട്, എത്ര രൂപ അലോട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലായി എന്നാണ് പറഞ്ഞത്. അതെ, ഞാനത് മാധ്യമങ്ങളോടൊക്കെ പറഞ്ഞതായിരിക്കാം അവരെ വിഷമിപ്പിച്ചത്. അതെന്തായാലും അത് പരിഹരിക്കുന്നതോടുകൂടി ആ പ്രശ്നം സോൾവ് ആവും. മാധ്യമങ്ങളൊക്കെ തെളിവുകൾ പുറത്തുവിട്ടില്ലായിരുന്നെങ്കിൽ അങ്ങേക്ക് ഈ സമയത്ത് കുറച്ചുകൂടി ബുദ്ധിമുട്ട് ഒരുപക്ഷെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. കാരണം അങ്ങ് തന്നെ മാധ്യമങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന മാധ്യമങ്ങളാണ് എന്ന് അങ്ങ് തന്നെ പറയുന്നുണ്ട്, അങ്ങ് തന്നെ സന്ദേശങ്ങളിൽ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ തെളിവുകളൊന്നും വന്നില്ലായിരുന്നെങ്കിൽ, CCTV ഉണ്ട്, അല്ലെങ്കിൽ ബില്ലുണ്ട് എന്നൊക്കെ പറയുമ്പോൾ കേരളം മുഴുവൻ ഒരു പുകമറയിൽ ആയി പോവില്ലായിരുന്നോ? അത് ആകും. ഞാൻ ഒറ്റയ്ക്ക് ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ. വലിയൊരു ശക്തി മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്കതിനകത്ത് ഈ പറഞ്ഞതുപോലെ ഒറ്റയ്ക്ക് നേരിടാൻ പറ്റില്ല. അത് നമുക്ക് ഒരാളെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല. അത് നമുക്ക് നമ്മുടെ സൈഡിൽ തെറ്റുകളൊക്കെ കണ്ടുപിടിക്കാൻ ഇങ്ങനെ കുറേ പേര് തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ ബുദ്ധിമുട്ടാണ്. അത് ഏതാ മാഡം ഒന്ന് എന്നെ വളരെ നല്ലൊരു സമാധാനിപ്പിച്ച, മാഡം ഒന്നും പേടിക്കേണ്ട, കുഴപ്പമില്ല, കാര്യങ്ങളെല്ലാം ഈ കാര്യങ്ങൾ മാത്രമല്ല എല്ലാ വീട്ടുകാര്യങ്ങളും കുടുംബകാര്യങ്ങളും എല്ലാം സംസാരിച്ചു, മക്കളുടെ കാര്യങ്ങളും ഒക്കെ സംസാരിച്ചു. മാഡം ഞങ്ങൾ സന്തോഷമായിട്ടാണ് പിരിഞ്ഞത്. അങ്ങനെ സന്തോഷമായി പിരിഞ്ഞതിന് ശേഷം ഉന്നതങ്ങളിലൊന്നും അറിയാതെയാണോ ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനം നടക്കുന്നത്? അങ്ങനെ കരുതുന്നുണ്ടോ? അതറിയില്ല, അതിനെപ്പറ്റി എനിക്കറിയില്ല. അത് വാർത്താ സമ്മേളനമൊക്കെ നടന്നതിന് ശേഷമാണ് ഞാൻ തന്നെ അറിയുന്നത്. ഉണ്ട്, ഞാൻ ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ ശനി ഞായറെല്ലാം ഹോസ്പിറ്റലുണ്ട്, ഞായറാഴ്ച ഹോസ്പിറ്റലുണ്ട്. ഫുൾ ടൈം ഉണ്ടായിരുന്നു, രാവിലെ മുതൽ 8, ശനിയാഴ്ച രാവിലെ ഞാൻ പോയിരുന്നതാണ്. ഇത് വാർത്താ സമ്മേളനം എന്നാണെന്ന് ഓർക്കുന്നില്ല.